രതീഷ് ഇപ്പോ ലൈവിലിരുന്ന് നമ്മുടെ ജിൻഡോയോടും നന്ദനയോടും പുള്ളിയുടെ മനസ്സിലെ വിഷമം പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു ജയിലിന്റെ സൈഡിലുള്ള ഒരു സീറ്റിംഗ് ഏരിയ വെച്ചിട്ട്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് ബിഗ് ബോസിന്റെ ഔദാര്യത്തിന്റെ പുറത്താണ്. 7 ദിവസം കൊണ്ട് ഞാൻ പുറത്തായി. അത് ഞാൻ ഗെയിം കളിക്കാതെ പുറത്തായതല്ല, ഞാനൊരു ഗാംബ്ലിംഗ് നടത്തിയതാണ്, ഒരു വയലന്റ് ഗെയിം കളിച്ചു നോക്കിയതാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാതെ എന്നെ തിരിച്ചു കയറ്റി വിടില്ലല്ലോ. എടാ ജിൻഡപ്പ, സത്യമായിട്ടും ഇവിടെ നിന്നോട് പലരും കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കണം എന്നുണ്ട്, നിന്റെ കൂടെ നിൽക്കണം എന്നുണ്ട്, നിന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഒരു ഗസ്റ്റ് ആയിട്ട് കയറിയത് കൊണ്ട് തന്നെ എനിക്ക് പരിമിതികളുണ്ട്. വായടച്ചിരിക്കാൻ ശ്രമിക്കുകയാണ് മാക്സിമം. ദാനമായിട്ട് കിട്ടിയത് മിസ്യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ ഇന്ന് അവൾ എന്റെ തലയിൽ കയറി നിരങ്ങാൻ വന്നു, ജാസ്മിൻ. അവൾ എന്നോട് പറയുക, താൻ 7 ദിവസം കൊണ്ട് പോയതല്ലേ, ഞാൻ ഇവിടെ 52 ദിവസം ഉണ്ടായിരുന്നതാ, ജിൻഡോയുടെ സ്വഭാവം എനിക്ക് അറിയാമെന്ന്. ഞാൻ ആകെ ചീഞ്ഞളിഞ്ഞു പോയി. അവള് പറയുന്നതും കറക്റ്റ് അല്ലേ, ഞാൻ 7 ദിവസമല്ലേ ഇവിടെ നിന്നിട്ടുള്ളൂ. പ്രതികരിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, എന്നെ വിശ്വസിച്ച ബിഗ് ബോസിനെ ഞാൻ വഞ്ചിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നീ എന്നെ ഒന്ന് വിശ്വസിക്കടാ കുട്ടാ, എന്റെ അവസ്ഥയാണ് ഞാൻ നിന്നോട് പറയുന്നത്. അപ്പൊ ഉടനെ ജിൻഡോ, അതിന് നിന്നോട് ഞാൻ പുറത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ രതീഷെ. അപ്പൊ രതീഷ് പറയുന്നു, നീ ചോദിച്ചിട്ടില്ലടാ, എന്റെ അവസ്ഥ ഇതാണ്, അത് ഞാൻ പറഞ്ഞതാ. ഒരു ഗെയിമർ ആയിക്കൊള്ളാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എല്ലാത്തിനെയും വായടപ്പിക്കും. വയലന്റ് ഗെയിം കളിക്കില്ല ഒരിക്കലും, പക്ഷെ എല്ലാത്തിനെയും വായടപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ട്. രതീഷ് ഇത്രയും പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ബിഗ് ബോസ് രതീഷിന് ഒരു കണ്ടസ്റ്റന്റ് ആവാൻ ഒരിക്കൽ കൂടി ഒരു അവസരം കൊടുക്കണം എന്നാണ്. ആ മനുഷ്യന് നല്ല കുറ്റബോധവും വിഷമവും ഉണ്ട്. പുള്ളിക്ക് ഇനി ഒരു ചാൻസ് കൊടുത്താൽ ഉറപ്പായിട്ടും ഈ സീസണിൽ ടോപ്പ് 2 സ്ഥാനത്ത് വരാൻ ചാൻസ് ഉള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് രതീഷ്. അത്രയ്ക്കും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പ്രേക്ഷകർക്ക് എപ്പോഴും പുള്ളിയെ ഇഷ്ടവുമാണ്, ആരും പുള്ളിയെ ഹേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രതീഷിന്റെ പ്രത്യേകത. വെറും ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് തിരിച്ചിറക്കി വിടേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല രതീഷ്. ഗസ്റ്റ് ആയിട്ട് അയാൾക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ആ പരിമിതികളെ എല്ലാം തച്ചുടച്ച് പ്രതികരിക്കാനും രതീഷായിട്ട് നിൽക്കാനും ഒരവസരം കൂടി ബിഗ് ബോസ് പുള്ളിക്ക് കൊടുക്കണം. നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ഒരു പോളും കൂടി ഇടുന്നതായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് വിട്ട് രതീഷിന് വേണ്ടി വോട്ട് ചെയ്യുക. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.